ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടുത്തെ ഒരു വെറൈറ്റി ഡിഷ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്യുന്നവരെ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഞങ്ങളൊരു ഷവർമ കഴിക്കാൻ വേണ്ടി വന്നതാണേ. ഞങ്ങൾ ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ മിക്ക ടൈമിലും ഷവർമ കഴിക്കാറ്. ഈ കട രാത്രി സമയങ്ങളിൽ മാത്രമേ തുറക്കത്തുള്ളൂ കേട്ടോ. വൈകിട്ടെല്ലാം ഇത് മറ്റേ പെട്ടിക്കടയില്ലേ, അതാണ് ഒരു സൈഡിലോട്ടാക്കി മാറ്റി വെച്ചിരിക്കും. ഇതിപ്പം രാത്രിയാകുമ്പോൾ ഇതുപോലെ ലൈറ്റൊക്കെ ഇട്ട് ഫുള്ള് സെറ്റാണ് കേട്ടോ ഇവിടെ. റോഡിൻ്റെ എല്ലാ സൈഡിലും ഇതുപോലെ ഷവർമയൊക്കെ തന്നെയാണ് കേട്ടോ. പനീർ ഷവർമയും ഇതുപോലെ ചിക്കൻ ഷവർമയൊക്കെ നല്ല വെറൈറ്റി കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ തൊട്ട് ചേർന്നതാണ്ട് ഒരു പുതിയ കട തുടങ്ങിയിട്ടാ. മിനിയാന്ന് തുടങ്ങിയതാണെന്നേ. ഞങ്ങൾ നോക്കി അവിടെ എന്താ സംഭവം എന്ന് കേട്ടാ. ഇത് പാവ് അല്ല, നമ്മൾ പാവ് കഴിക്കാറുണ്ട് കേട്ടോ, ആ സംഭവമല്ല. അവർ പറയുന്നത് ദബേലി കുൾച്ചയാണ് കേട്ടോ. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചേ. പാവ് ആകുമ്പോൾ മറ്റേ കറിയൊക്കെ കാണത്തില്ലേ, ആ കറി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇതിപ്പോൾ കറിയൊന്നുമില്ല, അതിനുള്ളിലാണ് അവർ ഫില്ല് ചെയ്ത് തരുന്നത് കേട്ടോ. മിനിഞ്ഞാന്ന് തുടങ്ങിയതാണേലേ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഈ കടയിൽ. തൊട്ട് ചേർന്നാണ് മറ്റേ ആ ഷവർമ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണും. നോൺ വെജ് ഉള്ളവർ അങ്ങോട്ടും വെജ് ഉള്ളവർ ഇങ്ങോട്ടും വരുമായിരിക്കും. ഇനിയിപ്പം എന്തായാലും ഇവിടെ നിന്ന് ഒരെണ്ണം ഞങ്ങൾ ഓർഡർ ചെയ്ത് കിട്ടാ, ടേസ്റ്റ് ഒന്ന് നോക്കാമല്ലേ. ഇതുപോലൊക്കെയുള്ള വെറൈറ്റി ടേസ്റ്റൊക്കെ കഴിക്കാൻ എനിക്കിഷ്ടമാണ്. ഇവിടെ ഇപ്പം എല്ലാ ഭാഗത്തും ഉണ്ട് ഓരോരോ സംഭവങ്ങൾ. നമ്മൾ ഈ ഒരു സംഭവം ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. മറ്റേ അപ്പുറത്തെ സ്ട്രീറ്റിൽ ഇതുപോലെ ഉണ്ട്, മറ്റേ പാവ് ഭാജി ഉണ്ട് കേട്ടോ. അതിന് നല്ല കറിയൊക്കെ അല്ലേ, പക്ഷേ ഇത് നല്ല ആയിട്ട് അവരിതുപോലെ മറ്റേ നംകിനില്ലേ അതിൻ്റെ അകത്തൊക്കെ ഇട്ട് പെരട്ടിയൊക്കെ ഇട്ടാണ് തരുന്നത്. നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ആളുകളൊക്കെ വന്ന് പാഴ്സലൊക്കെ വാങ്ങിയിട്ട് പോകണം. നമ്മളവിടെ കഴിക്കാൻ തരാനാണ് കേട്ടോ പറഞ്ഞത്. दो ये तंग खाए दिक्कत ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് താമസിച്ചാണ് ഇറങ്ങിയത്. വണ്ടി കയറിയപ്പോൾ തന്നെ ലക്കി ഉറങ്ങിപ്പോയി. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഈ പുറത്തിറങ്ങാൻ നേരത്ത് കുറേ നേരം വിളിച്ചിട്ടാ, എന്നിട്ടും വന്നില്ല. അങ്ങനെ എടുത്തിട്ട് വന്നിട്ടാ. ഇനിയിപ്പോൾ ഇവിടുത്തെ ഓരോ സൗണ്ടുകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഉണരും അവന്. പക്ഷേ ഇന്ന് എത്ര വിളിച്ചിട്ട് ഉണരുന്നില്ല കേട്ടോ, നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ദബേലി കുളിച്ച റെഡിയായിട്ടാ. ഇതിപ്പോൾ അങ്ങനെ ആണെന്ന് തോന്നുന്നു ഒരു പേര് പറഞ്ഞതേ, ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, ഒരു ഐഡിയയിൽ പറഞ്ഞതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പേര് മറ്റെന്തെങ്കിലും ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പറയണേ. ഇതിപ്പോൾ പാവ് ഭാജിയും മറ്റേ കുളിച്ചയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും വ്യത്യസ്തമാണ്, കാണാനും കഴിക്കാനും വ്യത്യസ്തം തന്നെ ആയിരുന്നു കേട്ടോ. മറ്റേതിനൊക്കെ കറിയൊക്കെ ഇല്ലേ, ഇതിൽ കപ്പലണ്ടിയും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല വെറൈറ്റി ടേസ്റ്റ്, നല്ല ചട്നിക്കൊക്കെ നല്ല എരിയുണ്ടായിരുന്നു കേട്ടോ. ഇനി മറ്റു വീഡിയോ ആയിട്ട് വരാമേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.